നിനക്കെന്തു പറ്റി? സത്യത്തിൽ നീ ആര്? ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ നിന്നെങ്ങനെ ഉപദ്രവിച്ചതാരെ? സാറിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ സാറിന്റെ മുൻപിൽ വന്നുപോയി. പല കാരണങ്ങളും പറഞ്ഞാണ് എന്നെ ഇങ്ങനെ തല്ലിയത്. സാർ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ല. ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കൊന്നുകളയും സാർ. ആര്? ഈശ്വരപിള്ളയോ? ലോകത്തൊരച്ഛനും ഇത്ര ക്രൂരമായി മക്കളെ ശിക്ഷിക്കില്ല. കഷ്ടം. ഞാൻ ഈശ്വരപിള്ളയുടെ മകളല്ല. പിന്നെ? എന്റെ അച്ഛൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന രാഘവ കുറുപ്പാണ്. ഞാനും ജനജയും ഇരട്ടപെറ്റ മക്കളാണ്. അപ്പോ നമുക്ക് പോകാം. മോളെ, അച്ഛൻ പോട്ടെ. അച്ഛാ, എനിക്കൊരു കമ്മല് വേണം. അച്ഛാ, എനിക്കും വേണം ഒരു മാല. രണ്ടു പേർക്കും അച്ഛൻ പിന്നെ വാങ്ങിച്ചേരാം മോളെ. വേണ്ട, എനിക്കിപ്പോ വേണം. ഇപ്പൊ നിങ്ങൾക്ക് അതെല്ലാം എന്തിനാ മക്കളെ? വലുതാവുമ്പോ എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരും. വരൂ, പോകാം. എന്താ ഇത്? കുഞ്ഞുങ്ങൾ ചോദിച്ച ആഭരണങ്ങളാണ്. ഇത് താനെങ്ങനെ മേടിച്ചു? എവിടുന്ന് പണം കിട്ടി? പറയൂ. കൂപ്പ് കോൺട്രാക്ട് മാത്യുമുതലാളി തന്നതാ. ഓഹോ, കൈക്കൂലി അല്ലേ? തനിക്ക് ആദ്യത്തെയും അവസാനത്തെയും വാണിംഗ് ആണ്. മേലിൽ ഇത് ആവർത്തിച്ചാൽ ആനെ കുത്തിക്കൊന്നു കൊച്ചമ്മേ. ഇനി എനിക്ക് ആരുമില്ല കൊച്ചമ്മേ. ആരോരുമില്ലാത്ത ഞങ്ങളെ വളർത്തിയത് ഈശ്വരപിള്ളയാണ്. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് അയാളായി. അച്ഛനെ കൊന്ന കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാളെടുത്ത അടവാണത്. ഈശ്വരപിള്ള വളരെ വേഗം ലക്ഷപ്രഭുവായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിലെന്നും വിരുന്നായിരുന്നു. ഈശ്വരപിള്ളേ? അതാരാ അങ്ങോട്ട് പോയത്? എന്റെ മോളാണ്. ഇങ്ങോട്ട് വരാൻ പറയൂ. സാർ, അത് ഇങ്ങ് വരാൻ പറയൂ. അദ്ദേഹത്തിന് കാണാനാ? ഒരിക്കലും എന്റെ മക്കളെ കാണണ്ട. ഒച്ച വയ്ക്കാതെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത്. ഇല്ല, ഞാൻ അനുവദിക്കില്ല. എടീ, മാറി നിൽക്കാൻ. എല്ലാത്തിനെയും കൊന്നാളെയും ഞാൻ. അമ്മേ, 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 അമ്മേ,
ഞാൻ പിന്നീട് പലരുടെയും കിടക്ക പങ്കുവച്ചു. എന്റെ അമ്മയുടെയും അനുജത്തിയുടെയും ജീവൻ രക്ഷിക്കാൻ ഞാനങ്ങനെ ചെയ്യേണ്ടി വന്നു. ആ ഇടയ്ക്കാണ് രവേട്ടൻ അമേരിക്കയിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. നേരത്തെ തന്നെ പ്രേമത്തിലായിരുന്ന ജലജയെ എവിടെയോ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ കാട്ടിൽ താമസിപ്പിച്ചിരുന്ന കാലത്താണ് കുടിലിന്റെ കിഴവിനെ ആ ദുഷ്ടന്റെ ആളുകൾ വെടിവെച്ചു കൊന്നത്. ഞങ്ങളെ രക്ഷിക്കണം സാർ. കരയാതിരിക്കും. നിങ്ങൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്താണ് ഇവിടെ? അവനെ കാണുന്നില്ല സാർ. ആ സുന്ദരത്തിനെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉണർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ പോയിട്ടവിടെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകളെ നിങ്ങൾ കടത്തിക്കൊണ്ടുവന്നതായിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട്. കടത്തിക്കൊണ്ടുവന്നതാണോ എന്ന് നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആ പെൺകുട്ടിയെ ഞങ്ങളോട് പയക്കണം. വിരോധമില്ല മനജെ, പക്ഷേ ഇവരുടെ സുരക്ഷിതത്വം നിങ്ങൾ ഏറ്റെടുക്കണം. തീർച്ചയായും. മനജെ, ഇവരുടെ കൂടെ പൊയ്ക്കുള്ളൂ. പേടിക്കണ്ട, കൂടെ പൊയ്ക്കുള്ളൂ.